അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി അയില ഫ്രൈ അതേപോലെ തന്നെ പയറുപ്പേരി അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇന്നത്തെ അയിലക്കറിയിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച കറിയിൽ സാധാരണ പൊടി ഇടാറില്ല. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പ് കുറച്ച് അരിച്ചൊഴിക്കുക, അതേപോലെ തന്നെ അരിക്കാതെ ഒഴിക്കണം കേട്ടോ. എന്നെങ്കിലാണ് കറിക്ക് നല്ല കട്ടി ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ ഇത് അരിച്ചൊഴിച്ചുള്ളതാണ്. അതിലേക്ക് അരക്കാത്ത കുറച്ച് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അയിലക്കറി റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ഉപ്പേരി ആണ് ഉണ്ടാക്കുന്നത്, പയറുപ്പേരി. അത് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, ക്രഷ് ചില്ലി, അതേപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ചിട്ട് തൂമിച്ചതിന് ശേഷം പയർ അതിലേക്ക് ഇട്ട് കൊടുത്ത്, അതിന് ശേഷം അയില ഇന്ന് ഒരു അടിപൊളി കായാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചീനമുളകും പച്ച കുരുമുളകും എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് കായം പുരട്ടി നോക്ക്, അടിപൊളിയാണ്. അയില വലിയ മീനിക്കൊക്കെ അടിപൊളി, അയിലയിലേക്ക് പ്രത്യേകിച്ച്. അയില അതേപോലെ വലിയ മത്തിയൊക്കെ അല്ലേ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അതേപോലെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായി അരപ്പ് അരച്ചതിന് ശേഷം ഈ അയിലേക്ക് പുരട്ടി കൊടുക്കുക. അരപ്പ് നന്നായി അരയണം കേട്ടോ. ചീനമുളകും പച്ചക്കുരുമുളകും വേപ്പിലയും ഒക്കെ കൂടെ നന്നായി അരച്ചെടുക്കുക. അരപ്പ് നന്നായി വെന്തതിന് ശേഷം, അരപ്പ് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് കായം പുരട്ടി കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കായം പുരട്ടിയാൽ ഏത് മീനിക്കും, അതേപോലെ ചിക്കനിക്കും ഇങ്ങനെ ചെയ്ത് നോക്ക്. ഞാൻ ഇതേപോലെ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ. ഇതേപോലെ കായം പുരട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു മണം. ഇതൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പൊരിച്ചെടുത്ത് നോക്കുക. അധികം മൊരിഞ്ഞിട്ട് കൂടുതൽ ഫ്രൈ ആക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കണം. മീൻ പൊരിക്കുമ്പോൾ അടിയിൽ വേപ്പില ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.